ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് അടിപൊളിയായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല കിഡിലൻ 2 സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ട് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു മാവ് വെച്ചിട്ട് തന്നെ 2 നല്ല അടിപൊളി റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് സാധാ അരിയില്ലേ, നമ്മൾ ചോർക്ക് വെക്കുന്ന അരി, ആ അരി കുറച്ച് തിളവരുന്ന വെള്ളത്തിൽ ബബിൾസ് വരില്ലേ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ടൊരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കുക. തലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ രാവിലെ നമുക്ക് വേഗം എടുത്തിട്ട് ചെയ്യാമല്ലോ. അതിന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൽ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് വലിയ ജീരകം, പിന്നെ ഒരു 1/2 കപ്പ് നിറച്ച് തേങ്ങ, 1/2 മുതൽ 3/4 കപ്പ് വരെ ചേർക്കട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഭയങ്കര അങ്ങനെ ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരക്കണ്ട, എന്നാലും ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അരക്കുമ്പോൾ എന്തായാലും കുറച്ച് ലൂസിലല്ലേ അരക്കാൻ പറ്റുക. അപ്പോൾ അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കൂടുതൽ ടൈറ്റ് ആവണ്ട, കാരണം നമ്മളിവിടെ കല്ലുമ്മക്കായും ചെയ്യുന്നുണ്ട്, അതുപോലെ കൽമാസില്ലേ അതുമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കല്ലുമ്മക്കായ്ക്ക് കുറച്ച് ടൈറ്റിൽ വേണം മാവ്, പക്ഷേ കൽമാസിന് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ആ മാവ് നമുക്ക് 2 എന്താ പറയുക ഡിവൈഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാട്ടോ. എത്രയാണ് കല്ലുമ്മക്കായ ഉള്ളത് അല്ലെങ്കിൽ എത്രയാണ് ഇങ്ങനെയുള്ള അതൊക്കെ നോക്കിയിട്ട്, ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ചിട്ട് അളവും കണക്കൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഇത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മസാല കുറച്ചൊരു നന്ന ലൂസും വേണ്ട, നല്ല തിക്കായിട്ടും വേണ്ട കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ കൂടുതൽ ലൂസായി പോയി കഴിഞ്ഞാൽ കല്ലുമ്മക്കായിൻ്റെ മേലെയും അതുപോലെ ഇത് നമ്മൾ മുക്കി പൊരിക്കാനുള്ളതാണ്, അപ്പോൾ അതങ്ങനെ നിൽക്കൂല കേട്ടോ. അപ്പോൾ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുത്തോ കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ഒരു 8-10ഓളം വെളുത്തുള്ളി, അതുപോലെ ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, അതുപോലെ 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട്, ഇത് കല്ലുമ്മക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഞാൻ ചെറിയ പീസാക്കി കട്ടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുമല്ലോ, ഈ ചെറിയ പീസാക്കിയതല്ലേ ചെമ്മീൻ. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ കൂടുതൽ അങ്ങനെ ചെയ്യൊന്നും വേണ്ട, അത് മസാലയൊക്കെ ഇടുന്നിട്ട് ബാക്കി വെന്തോളും. അപ്പം ഏകദേശം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെ ഞാനൊരു 3 മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ തന്നെ ആ ഒരു ഓയിലിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല ഒരു ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു ഓയിലുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൽ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ നേരത്തെ ചെമ്മീനും ചേർത്തതല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഇനി നന്നായിട്ട് തന്നെ ആ ഒരു എന്താ പറയുക ഉള്ളിയൊക്കെ സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയൊക്കെ ഇല്ലേ അത് ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ആ ഒരു പച്ചമണക്കം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് ചെയ്യുമ്പോൾ. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ നിറച്ച് ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വേറെ പൊടിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ഇത് മാത്രം മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ, കൂടുതൽ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ. ഇനി ഇതിലോട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒരു പണിയുമില്ല, എന്താ പറയുക നല്ല അടിപൊളി മണമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെച്ച് കൊടുത്തോ. ഇനി കുറച്ച് ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഈ ഒരു കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മസാലയില്ല നല്ലൊരു എന്താ പറയുക അതൊന്ന് തണുത്തൊക്കെ കഴിയുമ്പം ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്ക്.
പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു മാവ് അത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. നല്ല തിക്കായി കഴിഞ്ഞാൽ നമുക്ക് കല്ലുമ്മക്കായ്ക്ക് കുറച്ച് കട്ടി വേണം, പക്ഷേ ഇതിന് അങ്ങനെ പാടില്ല. അപ്പോൾ ഒരു ക്രാക്ക് വരാനും വെന്ത് കഴിയുമ്പോൾ ചില മുറിഞ്ഞു പോവുകയൊക്കെ ചെയ്യൂലേ, അങ്ങനെയൊക്കെ ആയിപ്പോവും. മാവ് കുറച്ച് ഹാർഡായി പോവും, അങ്ങനെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുക, നമുക്കിങ്ങനെ പരത്താനൊക്കെ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് ഇതുപോലെ കൈകില് വെച്ചിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തോ. കാരണം ചിലർ കാണാം നല്ല കട്ടിക്ക് മാവ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പില്ലേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം നമുക്ക് ആ മസാലേൻ്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടൂല കേട്ടോ. ആ ഒരു മാവ നമുക്ക് എന്തായാലും കൂടുതലായിട്ട് എന്താ പറയുക, മാവിൻ്റെ ആ ഒരു ടേസ്റ്റേ വരും. അപ്പോൾ അത് വേണ്ട, രണ്ടും നമുക്ക് ഈക്വലായിട്ട് കിട്ടണ്ടേ, എന്നാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൽ നല്ല നിറച്ചും മസാല വെച്ച് കൊടുക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു ചെറിയ ചെമ്മീനാകുമ്പില്ലേ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഉണ്ടാവുക. വലിയ ചെമ്മീനേക്കാളും ചെറിയ ചെറിയ ചെമ്മീൻ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ഉണ്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അങ്ങനെയൊക്കെ ആക്കുമ്പം ചെറിയ ചെമ്മീനോട് ആക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉന്നക്കായൻ്റെ ഒക്കെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം, ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് ആക്കാട്ടാം. പിന്നെ നിങ്ങൾ തലേന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ കല്ലുമ്മക്കായൊക്കെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മാവൊക്കെ ബാക്കി വരലില്ലേ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നമുക്ക് അടിപൊളി ഇതേപോലെ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു മാവും എന്താ പറയുക, നമുക്ക് ആ ഒരു മുളകന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ രണ്ട് എന്താ പറയുക സ്നാക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റൂലേ. അപ്പോൾ കല്ലുമ്മക്കായൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ, മാവൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചായാലും നമുക്ക് പെട്ടെന്ന് മസാല ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ചെമ്മീൻ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് ആ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് നമുക്ക് പിറ്റേന്ന് സ്നാക്സിനും കാര്യങ്ങൾക്ക് വൈകുന്നേരമൊക്കെ കുറച്ച് മതിയല്ലോ നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു 5-6 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചായക്ക് അതൊക്കെ മതിയല്ലോ. അപ്പോൾ ഇനി കല്ലുമ്മക്കായൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ കളയണ്ട, ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇത് ഒരു റൗണ്ട് ഷേപ്പിലും കൂടി ആക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നല്ല എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഓരോ ഷേപ്പിലാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആദ്യം ഉന്നക്കായൻ്റെ ആ ഒരു ഷേപ്പിൽ ആക്കിയത്, പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതാക്കാം കേട്ടോ. നമ്മൾ ഈ സ്നാക്സിനൊക്കെ ആക്കുമ്പോൾ ഇതിലും ചെറിയ ചെറിയതാക്കുക, അങ്ങനെ ആകുമ്പോഴും നല്ല ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഞാനിതിപ്പോൾ ഒരു നോർമൽ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പകുതി കല്ലുമ്മക്കായ്ക്കും പകുതി അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ പിന്നെ 2 കപ്പ് എന്താ പറയുക അരി എന്ന് പറഞ്ഞത് സാധാ 250 ml കപ്പല്ല കേട്ടോ. വലിയ കപ്പില്ല നമ്മൾ ചായക്കൊക്കെ കുടിക്കുന്നത്, ആ ഒരു വലിയ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പം അരിൻ്റെ അളവൊന്നും അങ്ങനെ പ്രത്യേകിച്ചിട്ട് പറയാൻ അങ്ങനെ പറ്റൂല, കാരണം നമ്മുടെ കല്ലുമ്മക്കായൻ്റെ ഓരോ സൈസിനൊക്കെ അനുസരിച്ചിട്ടല്ലേ അരി മാവിൻ്റെ ഒക്കെ എന്താ പറയുക ഉപയോഗം വരാം. അപ്പം അത് എന്തായാലും കുക്ക് ചെയ്യുന്നവർക്കാവുമ്പം എന്തായാലും അറിയാൻ പറ്റുമല്ലോ എത്ര വേണം എന്നുള്ളത്. അപ്പം അത് അരിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്നുള്ളത് എടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു സ്റ്റീമർ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ കല്ലിൻ്റെ കൈയൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ അരമണിക്കൂറോളം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ടോപ്പ് എടുത്തു കഴിഞ്ഞാലില്ലേ പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഈർപ്പൊക്കെ അതിൽ എന്തായാലും വീഴും കേട്ടോ. അപ്പോൾ കുറച്ചൊരു എന്തോ പോലെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ടോപ്പ് അയക്കുന്ന സമയത്ത് മാറ്റി കൊടുക്കാം, ആ ഒരു ഈർപ്പൊന്നും അതിൻ്റെ മുകളിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടമാണെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ഓയിൽ ബോട്ടിൽ കാണിക്കുമോ എന്ന് വെച്ചിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പ്രത്യേകിച്ചിട്ട് എന്താ ഇതന്നെ. പിന്നെ ഇത് ഞാൻ ദുബായിൽ പോയ സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ, ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ. പിന്നെ ഇത് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ എന്നും ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള എന്താ പറയുക ടോപ്പാണ്, അടപ്പാണ്, ഇതൊക്കെ തന്നെ. പിന്നെ അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ലേ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉപ്പും മുളകൊക്കെ കൂടിയിട്ടുള്ള ഈ ഒരു മിക്സ്. അപ്പം അതിൽ വേണം ഇതൊന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നല്ല കട്ടിയിലായി മുളക് വേണ്ടതെന്നെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, കുറച്ച് ലൂസിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. ഇത് കുറച്ചൊരു തിക്നെസ് വേണം, എന്നാലേ ആ ഒരു ഉപ്പുമുളകൊക്കെ പിടിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ചെമ്മീൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ. നിങ്ങളിതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിക്കോ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്കെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിട്ടില്ലേ, ആ ഒരു അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, എനിക്കിപ്പോൾ അത്ര ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ പകുതി. അപ്പോൾ ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിലില്ലേ നമുക്ക് ഒരാഴ്ച വരെ ഒരു കേടും ഇല്ലാണ്ട് നിൽക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ചായക്കൊക്കെ നല്ലതല്ലേ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ ആ ഒരു മുളകാക്കിയിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കൂടുതലാക്കി വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൽമാസൊക്കെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും തിരിച്ച് മറിച്ചിട്ടിട്ട് ആ ഒരു മുളകിൻ്റെ പച്ച ആ ഒരു ചുവയൊക്കെ പോകുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ചൂട് ചായൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഒരു കൽമാസ് കഴിക്കാൻ എന്തായാലും എല്ലാവർക്കും കൊതിയാവുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻസിൽ അറിയിക്കുക കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻസൊക്കെ ഒന്ന് ചെയ്യണേ. കാരണം ഞാനിപ്പോൾ മടി പിടിച്ചിട്ട് തന്നെയാണ് കുറച്ച് ഡിലേ ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നതിന്, പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ട് തന്നെ റീച്ചും കുറവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കിനി കല്ലുമ്മക്കായി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലുമ്മക്കായി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി ആ തൊലിയുടെ മേലെയുള്ള ഇതും അതുപോലെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് ആ ഒരു വെള്ളമൊക്കെ എന്താ പറയുക പോവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയിനറിലോട്ട് ഇട്ടിട്ട് അങ്ങനെ തന്നെ കുറച്ച് ടൈം വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ലേ മാവ്, അത് ഇതിൽ ഇതുപോലെ ഒന്ന് നിറക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഈ ഒരു മാവ് കുറച്ച് കട്ടി തന്നെ വേണം. നേരത്തെ ഞാൻ അതിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് കുറച്ച് എടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളമാക്കിയിട്ട് ഒന്ന് ലൂസ് ചെയ്തെടുത്തിട്ടുണ്ടായിന്. കാരണം നമ്മൾ കൽമാസ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കണ്ടേ, ഇത്ര കട്ടി വേണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ അതൊരു ക്രാക്കൊക്കെ വരും അത് വെന്ത് വരുമ്പോൾ. പക്ഷെ കല്ലുമ്മക്കായി ആക്കുന്ന ടൈമിൽ നല്ല കട്ടിയിൽ തന്നെ ആക്കുക കേട്ടോ മാവ്. അങ്ങനെ ആകുമ്പോഴാണ് നല്ല എന്താ പറയുക നന്നായിട്ട് വരിക കല്ലുമ്മക്കായി. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ കല്ലുമ്മക്കായും ഞാൻ ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് മാവ്. ഇനി നമുക്കിത് സ്റ്റെയിനറിലോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കിയതുപോലെയല്ല, നേരത്തെ നമ്മൾ നേരിയതായിട്ടല്ലേ പരത്തിയിട്ട് ആക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ അരമണിക്കൂർ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. പക്ഷേ കല്ലുമ്മക്കായി അങ്ങനെയല്ലല്ലോ, നല്ല കട്ടിയിലുള്ള മാവല്ലേ. അപ്പോൾ എന്തായാലും ഒരു മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞാലില്ലേ ഈ കല്ലുമ്മക്കായിൻ്റെ തൊലിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അടന്ന് വരും. അതുമാത്രമല്ല ഈ ഒരു ബ്രൗൺ കളറായി വരും കേട്ടോ ആ ഒരു തൊലി ഭാഗം. അപ്പോൾ വെന്തെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാലും നിങ്ങൾ നോക്കുക ഓരോ മാവിനനുസരിച്ചിട്ടല്ലേ വേവൊക്കെ. എന്നിട്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ കല്ലുമ്മക്കായും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയതിൻ്റെ ഈ ഒരു ഇറച്ചി കുറവാണ് കേട്ടോ കല്ലുമ്മക്കായിലുള്ളത്. അല്ലെങ്കിൽ നല്ല തന്നെ കിട്ടലുണ്ട്, ഇതെന്താണെന്നറിയില്ല, കുറച്ച് കുറവാണ്. അപ്പോൾ ഇനി ഒരു പാനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മുളകില്ലേ അതിലില്ലേ നമ്മൾ ആക്കുന്നതിനെ കുറച്ച് കട്ടിയായി വരും. അപ്പോൾ ഞാനിതിൽ കുറച്ചും കൂടി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ആക്കിയിട്ട് നോക്കിയിട്ട് ചെയ്യാം. ഞാനിത് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിന്. അപ്പം ഞാൻ 2 കല്ലുമ്മക്കായി ഇട്ടതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് വെള്ളമാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അല്ലെങ്കിൽ നല്ല എരിവായി പോവും. എരിവ് നല്ലൊരു കട്ടിയായി പോവും മുളകിൻ്റെ. അപ്പോൾ ഞാൻ അതേ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ബാക്കി കല്ലുമ്മക്കായൊക്കെ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കല്ലുമ്മക്കായും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഞാനിത് പിന്നെ ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്, ഒരു കണ്ടൻ്റ് ആയല്ലോ.
അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. എന്തായാലും ഒരു ഹേർട്ടെങ്കിലും കമൻറ്റായിട്ട് നിങ്ങൾ ഇടുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.